നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഡിസംബർ 31. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2025 വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം. പുതിയൊരു വർഷത്തെ നിറഞ്ഞ മനസ്സോടെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ലോകമെമ്പാടും ഉള്ള എല്ലാവരും. എന്തായാലും ലോകത്ത് ആദ്യം പുതുവർഷം എത്തുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചിതമായ, എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഏറ്റവും ചെറിയ ദ്വീപ് രാജ്യമായ കിരിബാത്തിയിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കിരിബാത്തിയിൽ 2026 തുറക്കുക. അതിനുശേഷം ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഈ പുതിയ വർഷം പിറക്കുകയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസും ഒക്കെ നൽകുന്നുമുണ്ട്. ഈ ഒരു വർഷം നമ്മെ പഠിപ്പിച്ച പാഠങ്ങളും അനുഭവങ്ങളും ഒക്കെ നിരവധിയാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ ഈ അനുഭവങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഒരു വിടപറയലല്ല സത്യത്തിൽ, പിന്നെയോ ഈ കഴിഞ്ഞതെല്ലാം ബോധത്തോടെ ഓർക്കാനും വരാനിരിക്കുന്ന നാളുകളെ വളരെ ശക്തമായും വ്യക്തമായും മനസ്സോടെ സ്വീകരിക്കാനുമുള്ള ഒരു ചെറിയ ഇടവേള എന്നു മാത്രം മതി ഈ ഒരു ദിവസത്തെ നമുക്ക് കാണാൻ. അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കാം. ആദ്യമായി പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. രാഷ്ട്രീയ തലത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ പുതിയ വർഷത്തിലെങ്കിലും ആരാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ, അല്ലെങ്കിൽ ആരാണ് അയ്യപ്പൻ്റെ സ്വർണത്തിൽ അവിടെ ഒരു തിരിമറ നടത്തിയത് എന്ന് കേരളത്തിലെ ജനതയ്ക്ക്, ലോകത്തെ ജനതയ്ക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള ആകാംക്ഷയിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ 93ാമത് ശിവഗിരി തീർത്ഥാടന പുരോഗമിക്കുകയാണ്. വലിയ ആൾക്കൂട്ടമൊക്കെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ പ്രിയനടൻ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിരുന്നു. ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കുകയാണ്.